Yes, welcome back to our YouTube channel. ഇത്തവണയും ഒരു ചെറിയ ടോപ്പിക്കാണ് പോസിറ്റീവ് ക്രാങ്കീസ് വെന്റിലേഷൻ. അതാണ് ഈ പ്രശ്നത്തെ ടോപ്പിക്. ഇത് MME സിലബസ് അനുസരിച്ച് ഔട്ട്കം 10 തന്നെ ഒരു ചെറിയ സബ് ടോപ്പിക്കാണ്. കമ്മിങ് ടു ദി പ്രോഗ്രാം അജണ്ട, ഇതിനകത്ത് 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പർപ്പസ് ഓഫ് പോസിറ്റീവ് ക്രാങ്കീസ് വെന്റിലേഷൻ, ലേ ഔട്ട് ഓഫ് പോസിറ്റീവ് ക്രാങ്കീസ് വെന്റിലേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് പോസിറ്റീവ് ക്രാങ്കീസ് വെന്റിലേഷൻ. വൈ PCV? എന്തിനാണ് PCV എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റൊരു ചോദ്യമാണ്, എന്താണ് ബ്ലോ ബൈ ഗ്യാസ്? നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ എഞ്ചിന് 4 സ്ട്രോക്ക് ഉണ്ട്: സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. അതിൽ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് പിസ്റ്റൺ BDSൽ നിന്ന് TDSയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റൺ ചുറ്റുമുള്ള കംപ്രഷൻ റിങ്സിൻ്റെ വെഡ്ജസിലൂടെ കുറച്ച് ഫ്രഷ് ചാർജ് ലീക്കായി ക്രാങ്കീസിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ഇറങ്ങുന്ന ഗ്യാസുകൾ വിളിക്കുന്ന പേരാണ് ബ്ലോ ബൈ ഗ്യാസ്. ഈ ബ്ലോ ബൈ ഗ്യാസിൻ്റെ 70% ഫ്രഷ് ചാർജാണ്. അഥവാ പെട്രോൾ എഞ്ചിൻ എടുക്കണമെങ്കിൽ എയർ വിത്ത് ഫ്യൂവലാണ് അവിടെ ഉള്ളത്. ഈ ഫ്രഷ് ചാർജ് ഇത് ക്രാങ്കീസിലേക്ക് എത്തുമ്പോൾ ക്രാങ്കീസിൽ തന്നെ തിങ്ങിക്കഴിഞ്ഞാൽ ഇതിന് പുറത്തേക്ക് പോയേ പറ്റും. ഇതിന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഒന്നെങ്കിൽ ഇത് ഏതെങ്കിലും സീലുകളെ തള്ളിക്കളഞ്ഞ് ആയിരിക്കും പുറത്തേക്ക് പോവുക, അതല്ലെങ്കിൽ ഇത് അവിടെ തന്നെ കിടന്നു കഴിഞ്ഞാൽ അത് ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് സൾഫേറ്റ്സ്, സ്ലഡ്ജസ്, സൾഫ്യൂരിക് ആസിഡായി മാറും. അത് നമ്മുടെ എഞ്ചിൻ്റെ ലൈഫിനെ തന്നെ വളരെ മോശമായി ബാധിക്കും. പിന്നീട് ഈ ഗ്യാസിനെ പുറത്തേക്ക് കളയാനേ പറ്റുള്ളൂ. പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രോ കാർബൺസിനെ പുറത്തേക്ക് പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ദേ ആർ വെരി ഹസാഡസ് ആൻഡ് പോയിസണസ്. സോ ഇതിനെ വീണ്ടും സർക്കുലേറ്റ് ചെയ്യണം. ഇതിനെ വീണ്ടും സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത പ്രോസസ്സാണ് പോസിറ്റീവ് ക്രാങ്കീസ് വെന്റിലേഷൻ. PCVയുടെ ലേഔട്ടിലേക്ക് പോകും മുമ്പ് തന്നെ ബ്ലോ ബൈ ഗ്യാസ് എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ആനിമേഷൻ വീഡിയോ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ഈ സൈഡിൽ കാണുന്ന ഒരു എഞ്ചിൻ്റെ ഫിഗർ പോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓരോ തവണ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് പിസ്റ്റൺ BDS നിന്ന് TDSയിലേക്ക് പോകുമ്പോഴേക്കും ആ പിസ്റ്റൻ്റെ സൈഡിലൂടെ, വാൾസിലൂടെ കുറച്ച് ബ്ലോ ബൈ ഗ്യാസ് ക്രാങ്കീസിലേക്ക് പോകുന്നുണ്ട്. അതിനെയാണ് ആ ബ്ലോ ബൈ ഗ്യാസിനെ വീണ്ടും എങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡീസൽ എഞ്ചിൻ്റെ PCV ലേഔട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡീസൽ എഞ്ചിൻ്റെ PCV ലേഔട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഞാനൊരു പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിച്ചു തരാം. ഈ പിസ്റ്റൺ BDS നിന്ന് TDSയിലേക്ക് പോകുന്ന സ്ട്രോക്ക് നമ്മൾ പരിഗണിക്കുന്ന സ്ട്രോക്ക് തന്നെയാണ് കംപ്രഷൻ സ്ട്രോക്ക്. ഈ സമയത്ത് പിസ്റ്റൺ റിങ്സിൻ്റെ ഇടയിലൂടെ ഈ പറയുന്ന ബ്ലോ ബൈ ഗ്യാസ് നമ്മുടെ ക്രാങ്കീസിലേക്ക് എത്തുന്നു. ക്രാങ്കീസിൽ എത്തുമ്പോഴേക്കും ഇവിടെ ആയിട്ട് നമുക്ക് ഓയിൽസ് ഉണ്ടാവും, എഞ്ചിൻ ഓയിൽ ഉണ്ടാവും. ഈ എഞ്ചിൻ ഓയിലിനൊപ്പം ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് സൾഫേറ്റ്സും സ്ലഡ്ജസും ഒക്കെ ആയി മാറും. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ പുറമേ നമ്മുടെ എഞ്ചിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. അത് ആയിരിക്കാനായിട്ട് നമ്മൾ ഇതിനെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതിന് പുറത്തേക്ക് പോകാനായിട്ട് ഇവിടെ ആയിട്ടൊരു ഔട്ട്ലെറ്റ് ഹോസ് ഉണ്ട്. ഈ ഹോസിലൂടെ ഇത് നേരെ വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്കാണ്. ഇതിനെ വിളിക്കുന്നതാണ് സെൻട്രിഫ്യൂഗൽ ഓയിൽ സെപ്പറേറ്റർ എന്നുള്ളത്. ഇവിടേക്ക് ഈ ബ്ലോ ബൈ ഗ്യാസ് വരാനും കാരണമുണ്ട് ടർബോ ചാർജർ. ഇവിടെ ടർബോ ചാർജർ ഔട്ട്ലെറ്റ് എയർ വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു ചെറിയ ശതമാനം സക്ഷൻ എന്തായാലും ഈ സെൻട്രിഫ്യൂഗൽ ഓയിൽ സെപ്പറേറ്ററിൽ ആക്ട് ചെയ്യും. ഇവിടെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നല്ല ബ്ലോ ബൈ ഗ്യാസ് ഇതിലൂടെ വന്ന് സെൻട്രിഫ്യൂഗൽ ഓയിൽ സെപ്പറേറ്ററിൽ വരും. എന്തുകൊണ്ടാണ് സെൻട്രിഫ്യൂഗൽ ഓയിൽ സെപ്പറേറ്റർ വെച്ചിട്ടുണ്ടെന്നാൽ ടർബോ ചാർജർ ഈസ് സ്ട്രോങ് ഇനഫ് ടു പുൾ ഔട്ട് ദ ഓയിൽ ഫ്രം ഹിയർ. ഈ ഓയിൽ ഈ ടർബോ ചാർജർ വലിച്ചിവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഓയിൽ ടർബോ ചാർജറിലെത്തും. ടർബോ ചാർജറിലൂടെ ഇന്റർകൂളറിലെത്തും. ഇന്റർകൂളറിൽ നിന്ന് നേരെ എഞ്ചിനിലെത്തും, കത്തും, വെള്ളപ്പുക, ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് പൊല്യൂഷൻ. സോ അത് കാരണം ബ്ലോ ബൈ ഗ്യാസിൻ്റെ കൂടെ വരുന്ന ഈ ഓയിലിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ളതാണ് സെൻട്രിഫ്യൂഗൽ ഓയിൽ സെപ്പറേറ്റർ. ഇവിടെ വെച്ചിട്ട് ഈ ബ്ലോ ബൈ ഗ്യാസിൽ നിന്നുള്ള ഓയിലെല്ലാം തെറിച്ച് മാറി ബ്ലോ ബൈ ഗ്യാസ് മാത്രം, വെറും എയർ ഗ്യാസ് മാത്രം മേളിലോട്ട് പോവുകയും ഓയിൽ സെപ്പറേറ്റ് ചെയ്ത ഓയിൽ വീണ്ടും ഈ താഴെയുള്ള പൈപ്പിലൂടെ വീണ്ടും വന്ന് സമ്പിലേക്ക് വന്ന് വീഴുന്നു. So this is happening here in case of a turbocharged diesel engine with PCV. Moving to the other topic, പെട്രോൾ എഞ്ചിൻ്റെ ലേഔട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഈ ഓയിൽ സെപ്പറേറ്ററിനൊക്കെ പകരം കാണുന്നത് ഒരു PCV വാൽവാണ്. കാരണം പെട്രോൾ എഞ്ചിനിൽ നമ്മൾ ഇതുവരെ കണ്ട GDA അല്ലാത്ത പെട്രോൾ എഞ്ചിനിലൊന്നും ടർബോ ചാർജർ ഉണ്ടാവാറില്ല. അപ്പോൾ ഒരു പെട്രോൾ എഞ്ചിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വീണ്ടും ഫ്രഷ് ചാർജ് താഴത്തേക്ക് എത്തും. താഴത്തേക്ക് എത്തുന്നത് ഒരു ഓയിൽ സെപ്പറേറ്റർ ഇവിടെ ആവശ്യമില്ല. കാരണം വലിച്ചെടുക്കുന്ന ഗ്യാസ് മാത്രമേ ഉള്ളൂ, കംപ്രഷനും കുറവാണ്. സോ വാക്കം ഉള്ളത് കൊണ്ട് ഇത് നമ്മുടെ ഈ പറയുന്ന PCVയിലെ ബ്ലോ ബൈ ഗ്യാസ് വരുന്നു. PCV വാൽവ് എത്തും. PCV വാൽവ് എത്തിക്കഴിയുമ്പോഴേക്കും PCV വാൽവ് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറയാം. PCV വാൽവ് പോകാൻ അനുവദിക്കുമ്പോൾ മാത്രം, ഗ്യാസിനെ പോകാൻ അനുവദിക്കുമ്പോൾ മാത്രം ഈ ബ്ലോ ബൈ ഗ്യാസ് നേരെ ഇൻലെറ്റ് മാനിഫോൾഡിലെത്തും. അവിടുത്തെ ഫ്രഷ് എയറിൻ്റെ ഒപ്പം ഇത് എഞ്ചിനിലേക്ക് ചെല്ലുന്നു. ഓക്കെ, ദെൻ അഗെയിൻ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ കമ്പസ്റ്റൻ പ്രോസസ്.
ഇവിടെ പി സി വാൽവ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡിൽ സ്ട്രോക്കിൻ്റെ സമയത്ത് ഒന്നും നമ്മൾ ഈ പറയുന്ന പി സി വി വാൽവ് ഓപ്പൺ ആവില്ല, അതേപോലെ ബ്ലോ ബൈ ഗ്യാസ് എഞ്ചിനിലേക്ക് പോകില്ല. ഐഡിൽ സമയത്ത് ഈ പി സി വി വാൽവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ബ്ലോ ബൈ ഗ്യാസ് കൂടി പോവുകയാണെങ്കിൽ ഓൾറെഡി ത്രോട്ടിൽ ബോഡി എന്തോരം എയർ അകത്തേക്ക് പോകുന്നുണ്ട് അതനുസരിച്ചാണ് ഈ ഫ്യൂവലിനെ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങാനും ഈ എയർ കൂടി കയറി ചെല്ലുകയാണെങ്കിൽ വണ്ടിക്ക് ഒരു ഇറഗുലർ ഐഡലിംഗ് സംഭവിക്കും. അത്തരം ഒരു ഇറഗുലർ ഐഡലിംഗ് സംഭവിക്കാതിരിക്കാനാണ് പി സി വി വാൽവ് ആ സമയത്ത് അടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തമായിട്ട് ഇവിടെ കാണാം, ഐഡലിംഗ് സമയത്ത് പി സി വി വാൽവ് അടഞ്ഞു തന്നെ ഇരിക്കും, ഈ ബ്ലോ ബൈ ഗ്യാസിന് മേലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അടുത്തതെന്ന് പറയുന്നത് ആക്സലറേഷനാണ്. നമ്മൾ വാഹനം നല്ല സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ വീണ്ടും നല്ല എമൗണ്ട് ഓഫ് എയർ പോകുന്നുണ്ട്, ത്രോട്ടിൽ ബോഡി തുറന്നിരിക്കുകയാണ്, ഒരുപാട് എയർ പോകുന്നുണ്ട്. ആ എയറിൻ്റെ ഒപ്പം പോകുന്ന സമയത്ത് ഇവിടെ വാക്വം ഇത്തിരി കുറവായിരിക്കും. ആ സമയത്ത് ഈ പി സി വി വാൽവ് തുറയുമ്പോഴേക്കും ബ്ലോ ബൈ ഗ്യാസ് ഇവിടെ വന്നിട്ട് ഈ ഗ്യാപ്പിലൂടെ വീണ്ടും കയറി നമ്മുടെ ത്രോട്ടിൽ ബോഡിയിലേക്ക് ചെല്ലും. അപ്പോൾ അത്രയും എയർ പോകുന്നതുകൊണ്ട് തന്നെ അത്രയും ഫ്യൂവലും കൂടുതലാണ്. അതുകൊണ്ട് ഈ ഹൈ ആർ പി എമ്മിൻ്റെ സമയത്ത് പി സി വാൽവ് തുറന്നു കൊടുക്കുകയും ബ്ലോ ബൈ ഗ്യാസിനെ വീണ്ടും എഞ്ചിനിലേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്യും. ഇനി മറ്റൊന്ന് കേസുകളിൽ ബാക്ക് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ പി സി വാൽവ് അടയും. ആ ബാക്ക് ഫയറിൽ ഉണ്ടാകുന്ന തീ നേരെ ഉണ്ടാകുന്ന ഫയർ വീണ്ടും നമ്മുടെ ക്രാങ്ക് കേസിലേക്ക് പോകുന്നത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് വീണ്ടും പോവുകയാണ്. ഒരു ടാറ്റ എയ്സിൻ്റെ BS6 മോഡൽ, ടാറ്റ എയ്സ് BS6ലേക്ക് വരുമ്പോഴേക്കും നമുക്ക് പെട്രോൾ എഞ്ചിനും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ മോഡലാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലോ ബൈ ഈ പറയുന്ന പി സി വി വാൽവിന് വേണ്ടി ഇരിക്കുന്നത് ഒരു റീഡ് വാൽവാണ്. സോ അതൊരു വ്യത്യസ്തമായി കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പിസ്റ്റൻ്റെ താഴത്തുനിന്ന് വരുന്ന ബ്ലോ ബൈ ഗ്യാസ് വരുന്നു. എഞ്ചിൻ്റെ സൈഡിൽ ഒരു ചേംബർ ഉണ്ട് ഈ പറയുന്ന പി സി വി ഗ്യാസസിന് പോകാനായിട്ട്, ബ്ലോ ബൈ ഗ്യാസസിന് പോകാനായിട്ട്. ആ ബ്ലോ ബൈ ഗ്യാസസ് വരുന്നു, ഈ റീഡ് വാൽവ് ഓപ്പൺ ആകുന്നു, അത് നേരെ വീണ്ടും ഒരു ഓയിൽ സെപ്പറേറ്ററിൽ ചെല്ലുന്നുണ്ട്. ഓയിൽ സെപ്പറേറ്ററിൽ ചെന്ന ശേഷം ഓയിൽ വീണ്ടും താഴത്തേക്ക് ഇറങ്ങി പോകുന്നു. ബ്ലോ ബൈ ഗ്യാസിലെ ചാർജ് മാത്രം, വെറും എയർ മാത്രമാണുള്ളത്, അഥവാ ഹൈഡ്രോ കാർബൺസും എയറും മിക്സ് ചെയ്ത് മാത്രം വീണ്ടും ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പോകുന്നു. അതിൻ്റെ ഒരു റിയൽ ഇമേജ് ഈ സൈഡിലായിട്ട് കാണാം. ഹൗ ഡസ് ദ പി സി വി റീഡ് വാൽവ് ലുക്ക് ലൈക്സ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ പി സി ബിനെ കുറിച്ചുള്ള ഈ ചാപ്റ്റർ, ഈ വീഡിയോ ഞാനിവിടെ ക്ലോസ് ചെയ്യാനാണ്. താങ്ക് യു. സംശയമുള്ളവർക്ക് എന്നോട് നേരിട്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ എന്നവർക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. ഇതിൽ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ എന്നെ തന്നെ വിളിച്ച് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.